മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2024-25 പ്രകാരം കാർഷിക വികസന കാർഷികക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുറ്റത്ത് തന്നെ അത്യാവശ്യം എന്തെങ്കിലും കറിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ജൈവ പച്ചക്കറി ഉണ്ടാക്കാനുള്ള ശ്രമം നിങ്ങൾ നന്നായി നടത്തുന്നവരാണ്. അപ്പോൾ കൂടുതൽ സ്ത്രീകളെ നമുക്ക് അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രദേശം എന്ന് പറയുന്നത് തീരപ്രദേശമാണെന്ന് നമ്മളെല്ലാവർക്കും അറിയാം. പുഴയും കടലും ചേർന്ന ഉപ്പ് പ്രദേശമാണ്, മണലാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കൽപ്രദേശമാണ്. വെറുതെ ഇട്ടാൽ മതി, വളമല്ലേ അത്യാവശ്യം ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ വളരെ പരിശ്രമിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ വെള്ളക്കെട്ടുള്ള പ്രദേശമാണെങ്കിൽ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ മുറ്റത്ത് തന്നെ വളരെ വൃത്തിയായി നല്ല രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ കൃഷി ഉൽപ്പാദനം നടക്കുന്നത്. അതിന് കൃഷി ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് ഇടപെടുന്നു. നമ്മൾ എവിടെ മീറ്റിങ്ങിന് ചെന്നാലും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നതിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളും പുരുഷന്മാരും തയ്യാറായതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ കൃഷി വിപുലപ്പെടുത്തുന്ന രീതിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തും നന്നായിട്ട് പദ്ധതികൾ വയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് പൈസ, ഒരു 55 ലക്ഷം രൂപ നമുക്കിപ്പോൾ ബഡ്ജറ്റുമായി വന്നിട്ടുള്ളത് ഉൽപ്പാദന മേഖലയിലേക്കാണ്. ഉൽപ്പാദന മേഖലയിലേക്ക് എങ്ങനെയാണ് ഫണ്ട് കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ഒരു ആദ്യമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ പ്രദേശത്ത് നെൽകൃഷിയില്ല. മറ്റു വലിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു. പാടില് നല്ല രീതിയിൽ ഔഷധ സസ്യകൃഷി നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ 2 വർഷങ്ങളിലായി കിഴങ്ങ് വർഗ കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി അതിനാവശ്യമായ വിത്തും വളവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാ കൃഷിഭവൻ വഴിയും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും നമ്മൾ ഗ്രാമസഭ വഴി അപേക്ഷകരെ ക്ഷണിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി അത് അംഗീകരിച്ച് യൂണിറ്റുകളുടെ പേരും അവരുടെ ഫോൺ നമ്പർ അടക്കം നമുക്ക് തന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നത്. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസമോൾ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 7 പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മതിലകം എന്ന് പറയുന്നത് ഒരു തീരദേശ മേഖലയാണ്. അപ്പൊ ഇവിടുത്തെ മണ്ണിന്റെ ഘടനയും അതിനനുസരിച്ചുള്ള വിളകൾ ഏതൊക്കെയാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതെന്നും ഉള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, മതിലകം കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് കറുകപ്പാടത്ത്, VS ജിനേഷ്, ശോഭന ചാർങ്ങാധരൻ എന്നിവർ സംസാരിച്ചു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.